ഹായ്, നിങ്ങളൊരു ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ ഫണ്ട് നഷ്ടപ്പെടില്ല. ഒരു ഫ്രാഞ്ചൈസി ഏജൻറ്റ് നമ്മളെ സമീപിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഓഫേഴ്സും പ്രോഫിറ്റും കേട്ട് നേരെ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കരുത്. അതിനു മുമ്പ് ഫ്രാഞ്ചൈസി അഗ്രിമെൻറ്റ്സ് പരിശോധിച്ച് പരിചയമുള്ള ഒരു ലീഗൽ എക്സ്പേർട്ടിന് നമ്മുടെ അഗ്രിമെൻറ്റ് കാണിച്ചു കൊടുത്ത് അതിൻ്റെ എല്ലാ ക്ലോസുകളും വിൻ വിൻ സിറ്റുവേഷനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ക്യാഷ് കൊടുക്കാൻ. ഒരു എക്സ്പേർട്ട് ഒരു ഫ്രാഞ്ചൈസി അഗ്രിമെൻറ്റ് പരിശോധിക്കുന്നതിലൂടെ നമുക്ക് അതിൽ പല കാര്യങ്ങളും ക്ലിയർ ആയി കിട്ടും. നമ്മുടെ അഗ്രിമെൻറ്റ് എത്ര കാലത്തേക്കാണ്, ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, റിന്യൂവൽ റൈറ്റ്സ്, എക്സിറ്റ് ക്ലോസസ്, ടെറിട്ടറി എക്സ്ക്ലൂസിവിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പരിശോധിച്ചിട്ടാണ് നമ്മളൊരു ഫ്രാഞ്ചൈസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആവറേജ് മന്ത്ലി പ്രോഫിറ്റ് എത്രയാണ്, സെയിൽസ് എത്രയാണ്, ഗ്രോസ് മാർജിൻ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ പേ ബാക്ക് പീരീഡ്, ബ്രേക്ക് ഇവൻ പോയിന്റ്, ഈ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു ഫ്രാഞ്ചൈസി അഗ്രിമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നോട് ഒരു സജഷൻ ചോദിക്കുകയുണ്ടായി. അത് ആ ഫ്രാഞ്ചൈസിയുടെ മാർക്കറ്റിംഗ് ഏജൻറ്റ് പല ഓഫേഴ്സും കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അഗ്രിമെൻറ്റ് പരിശോധിച്ച സമയത്ത് അതൊന്നും അതിൽ കണ്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ആ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വിൻ വിൻ മോഡൽ അതിനെ അഗ്രിമെൻറ്റ് റീഫ്രെയിം ചെയ്തിട്ട് ഇതിലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പെർട്ടൈസുകൾ ഒരാൾക്ക് അത് റിവ്യൂവിന് വേണ്ടി കൊടുത്തു. ഈ അഗ്രിമെൻറ്റ് അവർ അപ്രൂവ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ് ആയാൽ അതിനെ പിന്നെ ഷെയർ ചെയ്യാം. താങ്ക് യു.